നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ച കാർലോ അഞ്ചലോട്ടി നേരെ ഗ്ലോബോയുടെ സ്റ്റുഡിയോയിലേക്കാണ് പോയത്. ബ്രസീലിലെ പ്രമുഖ മാധ്യമം TV ഗ്ലോബോയിൽ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. ആ ഇൻ്റർവ്യൂവിൽ വേൾഡ് കപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു. ബ്രസീൽ വേൾഡ് കപ്പ് നേടുമെന്ന് പറയാൻ താൻ ഭയക്കുന്നില്ല, കഴിയും, അതിനുള്ള ടീമുണ്ടെന്ന് പറഞ്ഞ അഞ്ചലോട്ടിയോട് പക്ഷേ ഈ വേൾഡ് കപ്പിലെ ഫേവറിറ്റ് ടീമുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയുണ്ടായി. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് നോക്കേണ്ടത്. ഫ്രാൻസ് വേൾഡ് കപ്പ് ഫേവറിറ്റുകൾ അദ്ദേഹം പറയുകയാണ്. ഫ്രാൻസ്, ബ്രസീൽ, അർജൻറ്റീന, സ്പെയിൻ, പോർച്ചുഗൽ, ഇംഗ്ലണ്ട്. ഇനിയും ടീമുകളുണ്ട്, പക്ഷേ ഒരു ടീമും പെർഫെക്റ്റ് അല്ല. ബ്രസീലിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ബ്രസീൽ ഒരുപാട് ദൂരെയൊന്നും അല്ല കിരീടത്തിലേക്ക് പോകുമ്പോൾ. തീർച്ചയായിട്ടും നമുക്ക് കിരീടം നേടാൻ പറ്റും. മറ്റേത് ടീമിനോട് നമുക്ക് കോമ്പീറ്റ് ചെയ്യാനും പറ്റും. അതിനുള്ള ടീമുണ്ട് എന്ന് തന്നെ ആത്മവിശ്വാസത്തോടു കൂടി കാർലോ അഞ്ചലോട്ടി പറയുന്നു. അതോടൊപ്പം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഈ സ്ക്വാഡ് ബ്രസീൽ പോലുള്ളൊരു രാജ്യത്തിൻ്റെ സ്ക്വാഡ് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. പ്രഷർ ഉണ്ടായിരുന്നോ സ്ക്വാഡ് ഉണ്ടാക്കുമ്പോൾ, സ്ക്വാഡ് അനൗൺസ് ചെയ്യുമ്പോൾ ഒക്കെ? അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാൻ ജീവിക്കുന്ന ഇവിടെ ബ്രസീലിലല്ലേ, ഞാൻ താമസിക്കുന്ന ഇവിടെ ബ്രസീലിലല്ലേ. ആളുകൾ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ ബീച്ചിൽ പോകുമ്പോൾ ആളുകൾ പറയുന്നു, റെസ്റ്റോറൻറ്റിൽ പോകുന്നു, അവിടെയുള്ള ആളുകളുടെ ചർച്ചകളൊക്കെ, അതിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്, കേൾക്കാറുണ്ട്. ഞാൻ ഇവിടെയല്ലേ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്ക്വാഡ് ഫൈനലൈസ് ചെയ്യാൻ ഒരു തരത്തിലുള്ള ആങ്സൈറ്റിയും ഉണ്ടായിരുന്നില്ല, ഒരു തരത്തിലുള്ള ആശങ്കയും ഉണ്ടായിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കോൾ അപ്പ് ഡേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ഡേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചലഞ്ചുകളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുകയും അത് ആസ്വദിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഡോൺ കാർലോ ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട് വേൾഡ് കപ്പിന്. ആ ടീമിന് അദ്ദേഹം നെയ്മർ ജൂനിയർ എന്ന രാജകുമാരനെ കൊണ്ട് ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റ നിരയും ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി നമുക്കങ്ങ് കാണാം നോർത്ത് അമേരിക്കയിൽ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.